നമസ്കാരം. ദർഗയോ കബറിടമോ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ഭൂമി വഖഫ് സ്വത്തായി മാറില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. ചെന്നൈ ട്രിപ്ലിക്കേഷനിലെ കാമരാജ് റോഡിലുള്ള സർക്കാർ സയ്യിദ് ഹബീബുള്ള ഷാ ഖദാരി ആരിഫ് റബ്ബാനി ഹസ്രത്ത് ദർഗയ്ക്ക് പുതിയ മുതവല്ലിയെ നിയമിച്ചുകൊണ്ടുള്ള തമിഴ്നാട് വഖഫ് ബോർഡിന്റെ പ്രമേയം റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ ഈ വിധിന്യായം. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ഗോവിന്ദരാജൻ തിലകാവതിയാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദർഗയെ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചുകൊണ്ടും ഷഹീൻ ഷാ എന്നയാളെ മുതവല്ലിയായി നിയമിച്ചുകൊണ്ടും 2023 ഓഗസ്റ്റ് 23 തമിഴ്നാട് വഖഫ് ബോർഡ് പാസാക്കിയ പ്രമേയമാണ് കോടതി റദ്ദാക്കിയത്. കഴിഞ്ഞ 40 വർഷമായി പാരമ്പര്യമായി താനാണ് ഈ ദർഗയിലെ മുതവല്ലിയായി സേവനം അനുഷ്ഠിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് അസ്മത്തുള്ള നൽകിയ അപ്പീൽ കോടതി സ്വീകരിക്കുകയായിരുന്നു. ഒരു ദർഗയോ കബറിടമോ നിലവിലുണ്ട് എന്നതുകൊണ്ടോ മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടോ മാത്രം ആ ഭൂമി സ്വയമേവ വഖഫ് സ്വത്തായി മാറില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വഖഫ് നിയമപ്രകാരമുള്ള നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റപ്പെടുമ്പോൾ മാത്രമേ ഒരു ദർഗയെ വഖഫായി കണക്കാക്കാൻ കഴിയൂ എന്ന് കോടതി വിധിച്ചു. ഒരു സ്ഥലം മതപരമായിരിക്കാം, എന്നാൽ സ്വത്ത് വഖഫിൻ്റേതാണെന്നും വഖഫ് ബോർഡിന് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ അധികാരമുണ്ടെന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. വഖഫ് ആക്ട് 1995 അനുസരിച്ചുള്ള ഔദ്യോഗിക സർവേ നടപടികളും ഗസറ്റ് വിജ്ഞാപനങ്ങളും പൂർത്തിയാക്കാതെ വഖഫ് ബോർഡിന് ഒരു സ്ഥാപനത്തിന് മേൽ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല. ഒരു സ്വത്ത് വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സർവേ നടത്തുക എന്നത് നിയമപരമായി ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ദർഗ സ്ഥിതി ചെയ്യുന്ന ഭൂമി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് വഖഫ് ബോർഡിന്റെ ലിസ്റ്റിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു വിധിയാണ്. ദർഗയുണ്ട് അല്ലെങ്കിൽ കബറുണ്ട് എന്നൊറ്റ കാരണത്താൽ നിരവധി സ്വകാര്യ ഭൂമികൾ വഖഫായിട്ടുണ്ട്. തമിഴ്നാട്ടിലും വഖഫ് പ്രശ്നം രൂക്ഷമാണ്. തമിഴ്നാട് വഖഫ് ബോർഡ് തിരുച്ചിറപ്പള്ളിയിലെ തിരുച്ചെന്തുറൈ എന്ന ഏകദേശം 389 ഏക്കർ വരുന്ന മുഴുവൻ ഗ്രാമവും തങ്ങളുടെ സ്വത്താണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 1500 വർഷം പഴക്കമുള്ള പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രവും ഉൾപ്പെട്ടിരുന്നു. ഒരു ഗ്രാമീണൻ തന്റെ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ വഖഫ് ബോർഡിന്റെ NOC വേണമെന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് വ്യക്തമാക്കിയപ്പോഴാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. അതുപോലെ തമിഴ്നാട് കോട്ടുകൊലൈ ഗ്രാമത്തിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രാദേശിക ദർഗയുടെ പേര് പറഞ്ഞ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ ഗ്രാമത്തിലെ 150ഓളം കുടുംബങ്ങൾ കൊഴിഞ്ഞു പോകാൻ നോട്ടീസ് ലഭിക്കുകയും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രധാന ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് സ്വത്താണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ മുകേഷ് അംബാനിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മുംബൈയിലെ ആൻഡിലിയ എന്ന കോടികൾ വിലമതിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ നേർക്ക് പോലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഗുജറാത്തിലെ ദ്വാരകയിലെ 2 ദ്വീപുകളും കേസിലാണ്. ഹൈദരാബാദിലെ വിപ്രയും മൈക്രോസോഫ്റ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫ് സ്വത്താണെന്ന് അവകാശവാദമുള്ളതാണ്. ബാംഗ്ലൂർ ITC ഹോട്ടലിന്റെ പേരിലും കേസ് നടക്കുകയാണ്. മധ്യപ്രദേശിലെ ബുറാൻപൂരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വന്ന കോടികൾ വിലമതിക്കുന്ന സ്മാരകങ്ങളുടെ പേരിലും അവകാശവാദം വന്നു. ഈ കേസിൽ കീഴ്ക്കോടതിയിൽ വഖഫ് ബോർഡ് തോറ്റു. പക്ഷേ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. തെലങ്കാനയിലും മധ്യപ്രദേശിലും UPയിലും ഡൽഹിയിലുമെല്ലാം വഖഫ് ഭൂമി പ്രശ്നം സജീവമാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ശക്തമായ പ്രശ്നമാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. കർണാടകയിലെ വിജയ്പുരയിൽ കൃഷിഭൂമി ഒറ്റ രാത്രി കൊണ്ട് വഖഫിന്റെ പേരിലാക്കിയതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയ്പുരയിലെ ഹാൻവോഡിൽ കർഷകരുടെ 1500 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കണമെന്ന് സർക്കാർ നോട്ടീസ് നൽകിയതിനെതിരെ സമരം കനക്കുന്നതിനിടയിലാണ് റവന്യൂ രേഖകളിൽ വഖഫ് ബോർഡിന്റെ പേര് ചേർത്തത് പുറത്തു വന്നത്. വിജയപുര ജില്ലയിലെ തന്നെ കോൽഹാറിലും ദേവരഹി പരാഗിലും ഇത്തരത്തിൽ സെപ്റ്റംബറിൽ തന്നെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കർഷകർക്ക് നോട്ടീസ് നൽകിയിരുന്നു. കർണാടകയിലെ മഹാദേവപുര വില്ലേജിലെ ചിക്കമ ചിക്കദേവി ക്ഷേത്രത്തിനടക്കം വഖഫ് അവകാശവാദം വന്നിരിക്കുകയാണ്. മൈസൂരുവിലെയും ശ്രീരംഗപട്ടണത്തിലെയും ചരിത്ര സ്മാരകങ്ങളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലും ഭൂമികളിലും അവകാശവാദവുമായി കർണാടക വഖഫ് ബോർഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. ടിപ്പുവിന്റെ ആയുധപുര ശ്രീ ചാമരാജേന്ദ്ര മെമ്മോറിയൽ മ്യൂസിയം, മഹാദേവപുര വില്ലേജിലെ ചിക്കമ ചിക്കദേവി ക്ഷേത്രം, ചന്തകലു ഗ്രാമത്തിലെ ഒരു സർക്കാർ സ്കൂൾ, ചരിത്ര നഗരമായ മൈസൂരുവിലെയും ശ്രീരംഗപട്ടണം താലൂക്കിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികളിലുമാണ് അവകാശവാദം ഉയർത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലുള്ള മുനമ്പത്ത് 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡ് അവകാശപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ തലമുറകളായി താമസിക്കുന്ന 600-ലധികം കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു ഭൂമി വഖഫാണെന്ന് പറയാനുള്ള പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് അവിടെ ഒരു ദർഗയോ ഖബർസ്ഥാനോ ഉണ്ടെന്നതാണ്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി വിധി പ്രകാരം അത്തരത്തിൽ ഒരു അവകാശവാദം നടത്താൻ കഴിയില്ല.